നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ആദ്യ ചാപ്റ്റർ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള Q&A സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ വർഷം പരിഷ്കരിച്ച പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആയതിനാൽ ഈ വർഷത്തെ SSLC പബ്ലിക് എക്സാമിന് നമുക്ക് മുൻമാതൃകകളില്ല. പക്ഷേ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എക്സാം സ്ട്രക്ചറിൽ കാതലായ മാറ്റങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതിനാൽ മുൻകാല എക്സാമിനേഷനുകളിലെ പാറ്റേൺ ഫോളോ ചെയ്ത് പുതിയ ടോപ്പിക്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക മാത്രമേ വേണ്ടതുള്ളൂ. സോ നത്തിങ് ടു വറി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്കൊരു കാര്യം അറിയിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങൾ PDF ആയി ലഭിക്കണമെന്നുണ്ടെങ്കിൽ PDF എന്ന് കമൻറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് സംലഭ്യമാക്കാവുന്നതാണ്. ആയതിനാൽ ആവശ്യക്കാർ ദയവായി കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത് പിന്നീട് വായിച്ച് പഠിക്കാവുന്നതാണ്. Let's get started with the Q&A session. The first question is, why does the sight of the old man frighten Pelayo? ആദ്യ ചോദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടിട്ട് പെലായോ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടത് എന്നാണ് ചോദ്യം. സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച എന്നാണ് അർത്ഥം. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാലോ ഭയപ്പെടുക, പേടിക്കുക എന്നൊക്കെയാണ്. സോ why does the sight of the old man frighten Pelayo? ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടിട്ട് പെലായോ ഭയപ്പെട്ടു പോയെന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പേടിക്കാൻ പല കാരണങ്ങളുണ്ട്, ഒരു കാരണമല്ല. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേഗത്തിൽ പഠിക്കുവാനും ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കിത് 3 പോയിന്റുകളാക്കി വയ്ക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ 3 പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ ഈ ചോദ്യം വളരെ ഈസിയായി ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ പെലായോ ഭയപ്പെടാനുണ്ടായ കാരണം, ഒന്ന്, അദ്ദേഹത്തിൻ്റെ അതിവിചിത്രമായ രൂപം. അതാണ് പെലായോയെ ഭയപ്പെടുത്തിയത്, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് വളരെ വലിയ ചിറകുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആ സിറ്റുവേഷനിൽ, ആ മനുഷ്യനെ കണ്ടെത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ ആ പ്രദേശത്തെ കാലാവസ്ഥ അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിയാത്തതുപോലെയുള്ള ഇരുട്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു കാലാവസ്ഥയും അദ്ദേഹത്തെ ഭയപ്പെടുത്തി. നമുക്കത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. So, Pelayo is frightened because the old man looks extremely strange and otherworldly. Strange എന്ന് പറഞ്ഞാൽ അതിവിചിത്രമായ എന്നാണ് അർത്ഥം. Otherworldly എന്ന് പറഞ്ഞാൽ ഒരു പരലോക ജീവിയുടേത് പോലെ. Pelayo is frightened because the old man looks extremely strange and otherworldly. So, that is the first point. The second reason is, he has enormous wings and is lying face down in the mud, groaning due to illness and weakness. സോ അത് എനോമസ് വിങ്സ്, വളരെ വലിയ ചിറകുകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്, അങ്ങനെയാണ് അത് മുഖം ചെളിയിൽ പൂഴ്ത്തിയാണ് കിടന്നിരുന്നത്. വേദന കൊണ്ട് അദ്ദേഹം ഞരങ്ങുന്നുണ്ടായിരുന്നു, ഒരു അസുഖബാധിതനെ പോലെ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഹിസ് സ്ട്രേഞ്ച് അപ്പിയറൻസ് കമ്പൈൻഡ് വിത്ത് ദ സ്റ്റോമി വെദർ മേക്സ് പെലായോ ഫിയർ ഹി മൈറ്റ് ബി എ സൂപ്പർ നാച്ചുറൽ ബീയിങ്. കാറ്റും മഴയും ചേർന്നുള്ള ആ മങ്ങിയ കാലാവസ്ഥയിൽ ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ അതെന്തോ അമാനുഷിക ജീവിയാണ് എന്നുള്ള ചിന്ത പെലായോയിൽ ഭയം ജനിപ്പിച്ചു. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് പെലായോ ആ മനുഷ്യനെ കണ്ടിട്ട് ഭയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൈ വാസ് ദ ഓൾഡ് മാൻ അൺഏബിൾ ടു ഗെറ്റ് അപ്പ്? ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നാണ് അർത്ഥം. സോ അൺഏബിൾ ടു ഗെറ്റ് അപ്പ് മീൻസ് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുക. ആ വൃദ്ധനായ മനുഷ്യന് എന്തുകൊണ്ടാണ് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നത്? എന്താണ് കാരണം? ഒന്ന്, ആ വൃദ്ധനായ മനുഷ്യൻ വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം ഒരു രോഗിയെപ്പോലെയാണ് കാണപ്പെട്ടത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ചിറകുകൾ ചെളിയിൽ പൂഴ്ന്നു കിടന്നിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിറകുകൾ ചെളിയിൽ പൊതിഞ്ഞ് കിടന്നിരുന്നതും അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടാവണം. അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുന്നേൽക്കുവാനോ ഒന്ന് അനങ്ങുവാനോ ഉള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെയാണ് ആ മനുഷ്യനെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയത്. സോ ഹൗ ഡു വി സേ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്? ദ ഓൾഡ് മാൻ വാസ് വീക്ക്, sick, and his wings were muddy and half plugged. He was physically exhausted and lacked the strength to stand or move properly. അതാണ് അതിൻ്റെ ആൻസർ. ദ ഓൾഡ് മാൻ വാസ് വീക്ക്, WEAK എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്. സിക്ക്, SICK,
അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു, ഒരു രോഗിയെപ്പോലെയായിരുന്നു. ആൻഡ് ഹിസ് വിങ്സ് വെയർ മഡി എന്ന് പറഞ്ഞാൽ ചെളിയിൽ പുതഞ്ഞ് ഇരുന്നു. ആൻഡ് ഹാഫ് പ്ലഗ്ഡ് എന്ന് പറഞ്ഞാൽ പ്ലഗ് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക. അദ്ദേഹത്തിൻ്റെ തൂവലുകളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു, പറിച്ചെടുത്തതുപോലെ കൊഴിഞ്ഞു പോയിരുന്നു. ഹി വാസ് ഫിസിക്കലി എക്സോസ്റ്റഡ്. അദ്ദേഹം വളരെ തളർന്ന ഒരു മനുഷ്യനായിരുന്നു. ആൻഡ് ലാഗ്ഡ് എന്ന് പറഞ്ഞാൽ കഴിവില്ലാതിരിക്കുക എന്നാണ്. ലാഗ്ഡ് ദ സ്ട്രെങ്ത് ടു സ്റ്റാൻഡ് ഓർ മൂവ് പ്രോപ്പർലി. സോ അതാണ് ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഞാൻ ഒന്നും കൂടി പറയാം. ദ ഓൾഡ് മാൻ വാസ് വീക്ക്, സിക്ക്, ആൻഡ് ഹിസ് വിങ്സ് വെയർ മഡി ആൻഡ് ഹാഫ് പ്ലഗ്ഡ്. ഹി വാസ് physically exhausted and lacked the strength to stand or move properly. We are going forward with the next question. The couple consider the old man a lonely castaway. Why? Lonely castaway നമ്മൾ നേരത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അതിൻ്റെ അർത്ഥം. അതായത് ലോൺലി കാസ്റ്റവേ എന്ന് പറയുന്നത് കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്കാണ് ലോൺലി കാസ്റ്റവേ എന്ന് പറയുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, എലിസണ്ട പെലായോ ദമ്പതികൾ ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ അയാൾ ഏതോ കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു വൈദേശിക നാവികനാണെന്ന് കരുതാൻ കാരണമെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഈ ദമ്പതികൾ ആദ്യമായിട്ട് ഈ ഓൾഡ് മാനെ കാണുന്ന സമയത്ത് അവർ ചിന്തിച്ചിരുന്നത് ഇദ്ദേഹം ഏതോ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഷിപ്പ് റെക്ക് എന്നാണ് കപ്പൽ അപകടത്തിന് പറയാം, അങ്ങനെ ഒറ്റപ്പെട്ട് ആ ദ്വീപിൽ വന്നുപെട്ട ഒരു മനുഷ്യനാണെന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ആ വൃദ്ധനായ മനുഷ്യൻ വളരെ അപരിചിതമായ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. അയാൾ പറയുന്നത് എന്തെന്ന് എലിസണ്ടയ്ക്കും പെലായോയ്ക്കും മനസ്സിലായില്ല. അങ്ങ് വിദൂരതയിൽ നിന്ന് മറ്റേതോ ദേശത്ത് നിന്ന് ഇവിടെ വന്ന് കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ, എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്താക്കുഴപ്പത്തിലായ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം കാണപ്പെട്ടത്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ അയാൾ ഏതോ കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു വൈദേശിക നാവികനാണെന്ന് എലിസണ്ടയ്ക്കും പെലായോയ്ക്കും തോന്നിയത്. അപ്പോൾ അത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ദ കപ്പിൾ തിങ്ക് ദ ഓൾഡ് മാൻ ഈസ് ലൈക്ക് എ ലോൺലി കാസ്റ്റവേ ബിക്കോസ് he speaks a strange language, looks confused, and he couldn't talk to them properly. He seemed to have come from a distant place, like someone who was shipwrecked and ended up there by accident. എന്ന് പറഞ്ഞാൽ വളരെ ആകസ്മികമായിട്ട് അപകടത്തിൽപ്പെട്ട അവിടെ എത്തപ്പെട്ട മനുഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. The next question is, why was the neighbor woman sure that the old man was an angel? ആ വൃദ്ധനായ മനുഷ്യൻ ഒരു മാലാഖയാണെന്ന് അയൽവാസിയായ ആ സ്ത്രീ ഉറപ്പിച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ വൃദ്ധനായ മനുഷ്യൻ്റെ വളരെ വലുപ്പമുള്ള ചിറകുകൾ കണ്ടിട്ടാണ് ആ സ്ത്രീ അദ്ദേഹം ഒരു മാലാഖയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. അദ്ദേഹം വളരെ ക്ഷീണിതനും മുഷിഞ്ഞ നിലയിലായിരുന്നിട്ടും മാലാഖമാർക്ക് മാത്രമാണ് ചിറകുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്ന് ആ സ്ത്രീ ഉറച്ചു വിശ്വസിച്ചു. അവരുടെ വിശ്വാസ കാഠിന്യവും നിഷ്കളങ്ക ചിന്താഗതിയും മൂലമാണ് ആ വൃദ്ധനായ മനുഷ്യനൊരു മാലാഖയാണെന്ന് അയൽവാസിയായ സ്ത്രീ ഉറപ്പിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ദ നെയ്ബർ വുമൻ വാസ് ഷുവർ ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് ആൻ ഏഞ്ചൽ ബിക്കോസ് ഓഫ് ഹിസ് ലാർജ് വിങ്സ്. ഈവൻ ദോ he looked weak and dirty, she believed that only an angel could have wings like that. Her strong faith and simple thinking made her believe he was a messenger from God. Next question, why did Pelayo arm himself with a club? Arm himself എന്ന് പറഞ്ഞാൽ ആയുധധാരിയായിരിക്കുക എന്നാണ് അർത്ഥം. ക്ലബ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ചാപ്റ്റർ പഠിച്ചപ്പോൾ. ക്ലബ് എന്ന് പറഞ്ഞാൽ വടി അല്ലെങ്കിൽ ദണ്ഡ് എന്നാണ് അർത്ഥം. വൈ ഡിഡ് പെലായോ ആം ഹിംസെൽഫ് വിത്ത് എ ക്ലബ് എന്ന് പറഞ്ഞാൽ പെലായോ എന്തുകൊണ്ടാണ് കയ്യിൽ ഒരു ദണ്ഡ് കരുതിയിരുന്നത്? സോ ദ ആൻസർ ഈസ്, പെലായോ ആംഡ് ഹിംസെൽഫ് വിത്ത് എ ക്ലബ് because he was frightened of the old man. The old man looked very strange and mysterious. He had huge wings, was lying face down in the mud, and was groaning due to weakness. Pelayo thought the old man might be a supernatural being or a threat. So he took a club to protect himself and his family. So Pelayo armed himself with a club because he was frightened of the old man. ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടിട്ട് പെലായോയ്ക്ക് ഭയം തോന്നിയിരുന്നു.
The old man looked very strange and mysterious. വളരെ വിചിത്രവും ദുരൂഹവുമായ ഒരു രൂപമായിരുന്നു ആ മനുഷ്യൻ്റേത്. He had huge wings, was lying face down in the mud and was groaning due to weakness. അയാൾ ചെളിയിൽ മുഖം പൂഴ്ത്തി ഒരു രോഗിയെപ്പോലെ തളർച്ച കൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. Pelayo thought the old man might be a supernatural being or a threat. അതായത് ആ മനുഷ്യനൊരു അമാനുഷിക ജീവിയാണെന്നും തങ്ങളെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നുമുള്ള ഒരു തോന്നലിലാണ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് പെലായോ കയ്യിൽ ആ ഒരു ദണ്ട് അല്ലെങ്കിൽ വടി കരുതിയിരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ബാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ, ക്യാരക്ടർ സ്കെച്ചസ് ആൻഡ് അതർ ഡിസ്കോഴ്സസ് ഉടനെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ മറക്കരുത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓരോരുത്തർക്കും A+ ഉറപ്പാക്കേണ്ടത് നിങ്ങളെപ്പോലെ തന്നെ എൻ്റെയും ആവശ്യമാണ്. ആയതിനാൽ വളരെയേറെ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഓരോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ജീവിതത്തിൽ മുതൽക്കൂട്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടി വാല്യുബിൾ ആയിട്ടുള്ളതും അതേപോലെ എക്സൈറ്റിങ്ങുമായ വീഡിയോസാണ് നമ്മുടെ അടുത്ത ചാപ്റ്റർ മുതൽ വിന്നേഴ്സ് ഗൈഡ് എന്ന നമ്മുടെ ഈ ചാനലിൽ നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോ പോലും മിസ്സായി പോവാതിരിക്കാൻ തീർച്ചയായും സബ്സ്ക്രൈബ് നൗ ആൻഡ് ഷെയർ ദ വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നോ മാറ്റർ വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ബട്ട് പ്ലീസ് കമൻറ്റ് യുവർ തോട്ട്സ് അബൌട്ട് അവർ ചാനൽ ആൻഡ് വീഡിയോസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോസിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ ഏറെ മാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു മാർക്ക് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങളുടെ PDF ആവശ്യമുണ്ടെങ്കിൽ PDF എന്ന് കമൻറ്റ് ചെയ്തോളൂ. അത് നിങ്ങളെ തേടിയെത്തുന്നതാണ്. See you all in the next video. Till then, keep learning and be the master of your time. Bye. The rain came down on a coastal town. Crabs in the yard and the sky was brown. Pelayo worked with a heavy sigh. A baby sick and the sea ran dry. Then in the mud they heard a sound. An old man fallen on the ground. Feathers torn, but wings so wide. An angel or just a stranger inside. He had wings, but he couldn't fly. Trapped on earth, no reason why. People came from far and near, not for love, but out of fear. They didn't see the soul inside, just a thing that couldn't hide. But he had wings, and in the end, he flew away on the wind. Locked him up in a chicken pen, called him names again and again. Elisenda saw the gold to gain, selling tickets through the rain.